ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൽ ജസീറ ബാങ്കിൻ്റെ ATM കാർഡ് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അൽ ജസീറ ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ ATM കാർഡിൻ്റെ പിൻ നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അൽ ജസീറ ബാങ്കിൻ്റെ ATM കാർഡ് അൽ ജസീറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങളുടെ അൽ ജസീറ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പണാക്കി യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായി ആദ്യം കാണുന്ന മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആക്റ്റീവ് ഡെബിറ്റ് കാർഡ്, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കാർഡ് നമ്പർ കാണാൻ സാധിക്കും, എക്സ്പയറി ഡേറ്റ് എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയുള്ള കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അൽ ജസീറ ബാങ്കിൽ നിന്ന് ഒരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്ത് അവർ പറയുന്ന നമ്പർ അമർത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് അവർ പറഞ്ഞു തരും. ആ ഒരു നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തോട് കൂടിയിട്ട് നമ്മുടെ ATM കാർഡ് ആക്ടിവേഷൻ ആകുന്നതാണ്. നമ്പർ അറിയില്ലെങ്കിൽ വീണ്ടും സ്റ്റാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ നമ്പർ ഒന്നുകൂടി അവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ATM കാർഡ് ആക്ടിവേഷൻ ആവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ATM കാർഡ് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ATM കാർഡ് ആക്ടിവേഷൻ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഏറ്റവും താഴെയുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റ് കാർഡ് സമ്മറി എന്നൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് കാണാൻ സാധിക്കും. ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഡെബിറ്റ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ കാർഡ് നമ്പർ എന്നുള്ള കാര്യങ്ങളും ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ATM കാർഡ് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ATM കാർഡിൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യുക, അതുപോലെ അൽ ജസീറ ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നീ വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.